ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ അസ്ലക്ക്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ നീറ്റ് കൗൺസിലിംഗ് സീരീസിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. അതിൽ ഓൾ ഇന്ത്യ ചോയ്സ് ഫില്ലിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് MCC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വരും. അതിൽ നമ്മൾ UG മെഡിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സ്ഥലം കാണാം. അപ്പോൾ നിങ്ങൾ ഹോമിലാണുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, UG മെഡിക്കൽ സെർച്ച് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇതാണ് ടൈം ടേബിൾ. 14 ഓഗസ്റ്റ് തൊട്ട് 20 വരെ രജിസ്ട്രേഷൻ്റെ സമയമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് 16-ാം തീയതിയാണ്. അപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ചോയ്സ് ഫില്ലിങ് ആരംഭിക്കുന്നത് ഇന്നാണ്. 16 ഓഗസ്റ്റ് തൊട്ടാണ് ചോയ്സ് ഫില്ലിങ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ തുറക്കുമ്പോൾ നിങ്ങൾ 20-ാം തീയതി വരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ സൈറ്റ് ബ്ലോക്ക് ആവാനും ഒരുപാട് തിരക്കുണ്ടാകും. 20-ാം തീയതി എന്ന് പറയുമ്പോൾ എല്ലാവരും ആ സൈറ്റ് നോക്കുന്ന സമയമാണ്. അപ്പോൾ ബ്ലോക്ക് ആവാനും ലാഗ് ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചോയ്സ് കൊടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ ഓൾ ഇന്ത്യയുടെ സാധ്യതകളെ തന്നെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് തീർക്കാം. ഇപ്പോൾ ചോയ്സ് ഫില്ലിങ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നവരെ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ആരംഭിക്കും, മിക്കവാറും ഈ ദിവസം തന്നെ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോയ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. കാരണം രജിസ്ട്രേഷനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗം. നമുക്കറിയാം, എന്താ പറയുക, രജിസ്ട്രേഷൻ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു രജിസ്ട്രേഷൻ. 2ാമത്തെ സ്റ്റെപ്പാണ് ഫീസ്. 3ാമത്തെ സ്റ്റെപ്പാണ് ചോയ്സ് ഫില്ലിങ്. ഇതിനെല്ലാം കൂടി നമുക്ക് എന്താണ് മക്കളെ, ഓഗസ്റ്റ് 20 വരെ നമുക്ക് സമയമുള്ളൂ. ശരിയല്ലേ? ഇതാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. പലരുടെയും കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ ഒരുപാട് എറർ മെസ്സേജ് വരുന്നുണ്ട്. നമ്മൾ UPI വഴി ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഡെബിറ്റ് കാർഡ് വഴി ചെയ്യുമ്പോൾ ഡെബിറ്റ് കാർഡ് ചിലപ്പോൾ നമ്മൾ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ബാങ്കിൽ നിന്ന് ഒരു പോസ്റ്റലായിട്ട് വന്ന ATM കാർഡ് കയ്യിൽ പിടിച്ചിരിക്കുമായിരിക്കും. ഇതുവരെ അതൊരു ATMലിട്ട് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അതിന് ഗ്രീൻ പിന്ന് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യേണ്ടി വരും, ഓൺ ആക്കേണ്ടി വരും. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ അറിയുന്നത് 20-ാം തീയതി ആണെങ്കിൽ കാര്യം കട്ട പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമയം വളരെ കുറവാണ്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ രജിസ്ട്രേഷനും കഴിഞ്ഞ് നിങ്ങൾ ഈ 2ാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. 3ാമത്തെ സ്റ്റെപ്പാണ് ചോയ്സ് ഫില്ലിങ്. അതിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ 1ാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് മക്കളെ, ഈ പറഞ്ഞ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ രജിസ്ട്രേഷൻ ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതാ ഞാനിപ്പോൾ എടുത്ത് കാണിച്ച സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ കൗൺസിലിംഗ് ഷെഡ്യൂളാണ്. ഈ കൗൺസിലിംഗ് ഷെഡ്യൂൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 14 മുതൽ 20 വരെയാണ് നമുക്ക് റൗണ്ട്. ഇത് കണ്ടോ, ഫസ്റ്റ് റൗണ്ടിൻ്റെ ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും നടക്കുന്നത് 20-ാം തീയതിയാണ്. ഓക്കെ. പിന്നെ പ്രോസസ്സിംഗ് ഓഫ് സീറ്റ് അലോട്ട്മെൻറ്റ് 21-നാണ്. അതായത് 23 തൊട്ട് ഓൾമോസ്റ്റ് 24 തൊട്ട് 29 വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കോളേജിൽ നിങ്ങൾ പോകേണ്ട ദിവസം. അതായത് നിങ്ങളന്ന് ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ നിങ്ങൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നാട്ടിലുണ്ടാകണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഓരോന്നോരോന്നേ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം. വളരെ ഷോർട്ട് വീഡിയോ ആണ്, വൃത്തിക്കിരുന്ന് കേൾക്കുക. യൂസ്ഫുള്ളായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. 1ാമത്തെ കാര്യം ഡേറ്റ് ആണ്. നമ്മുടെ മുമ്പിൽ എന്താണ്, ഓഗസ്റ്റ് 20 നമ്മുടെ ഡെഡ് ലൈൻ വരുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും അതിനു മുന്നേ ഫീ പേയ്മെൻറ്റും ഈ രജിസ്ട്രേഷനും തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ഇപ്പോൾ രാത്രിയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നോക്കി ചെയ്യാം. സമയമുണ്ട്, 20-ാം തീയതി വരെ സമയമുണ്ട്. പക്ഷേ ഈ 2 സ്റ്റെപ്പുകളിലാണ് നിങ്ങൾ കുടുങ്ങി നിൽക്കുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ. ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് 24 മുതൽ 29 വരെ സമയമുണ്ട്. ഈ സമയത്തായിരിക്കും നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരിക. ഓക്കെ ആണോ? അപ്പോൾ 1ാമത്തെ കാര്യം, എന്തിനാണ് സാറേ ഞാൻ ഓൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത്? എടാ മക്കളെ, ഇത്രയും കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു എയിംസിലോ ജിപ്മറിലോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ AFMCയിലോ ഗവൺമെൻറ് കോളേജുകൾ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെയും 15% സീറ്റ് ഇന്ത്യയിലെ ഏതൊരു വിദ്യാർത്ഥിക്കും ക്യാപ്പബിൾ ആയതാണ്, എലിജിബിൾ ആയതാണ്. അതാണ് ഇത്, ഓൾ ഇന്ത്യ കോട്ടയിലെ 15% സ്റ്റേറ്റ് സീറ്റുകൾ. മറ്റൊന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റി ESI കോട്ട. ഇതിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം, ഫീസ് കൊടുക്കണം. എന്നിട്ട് നമുക്കറിയാം 3 ഫേസ് ഒരു സ്ട്രേ വേക്കൻസി റൗണ്ടായിട്ടാണ് ഓൾ ഇന്ത്യ നടക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന റൗണ്ട് 1നെ കുറിച്ചാണ്. ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്. അത് താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അത് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. റൗണ്ട് 1 കയറി കഴിഞ്ഞാൽ റൗണ്ട് 2 കയറാൻ പറ്റുമോ, റൗണ്ട് 2 കയറി കഴിഞ്ഞാൽ 3 കയറാൻ പറ്റുമോ,
എല്ലാം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഫീസ് അടച്ചു, ചോയ്സ് ഫില്ലിങ്ങിലേക്ക് വരികയാണ്. ഫീസ് അടയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫീസ് അടയ്ക്കുമ്പോൾ ഒരിക്കലും അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഫീസ് അടയ്ക്കരുത്. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ഫീസ് അടയ്ക്കാൻ പറ്റൂ. കാരണം ഫീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അതായത് റിസർവേഷൻ ഒന്നും ഇല്ലാത്തവർക്ക് ഒരു 1000 രൂപ ഒരു കൗൺസിലിംഗ് ഫീസും ഒരു 10,000 രൂപ സെക്യൂരിറ്റി ഫീസും, അതായത് ഓൾമോസ്റ്റ് 11,000 രൂപ അടയ്ക്കണം. അതിൽ 1000 രൂപ തിരിച്ച് കിട്ടില്ല, 10,000 രൂപ തിരിച്ച് കിട്ടും. അതായത് നമ്മൾ കോളേജിൽ സീറ്റ് അഡ്മിഷൻ എടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും, നമുക്ക് സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് സീറ്റ് കിട്ടിയിട്ട് നമ്മൾ സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ ഈ പൈസ തിരിച്ചു കിട്ടാതിരിക്കത്തുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ 500 തിരിച്ചു കിട്ടാത്ത എമൗണ്ട്, 5000 സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഡീംഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 5000 തിരിച്ചു കിട്ടാത്ത എമൗണ്ട്, 2 ലക്ഷമാണ് തിരിച്ചു കിട്ടുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അപ്പോൾ സാർ ഞാൻ ഡീംഡും ഇതും നോക്കുന്നുണ്ടെങ്കിൽ രണ്ടും കൊടുക്കണോ? വേണ്ട, ഏറ്റവും കൂടിയത് കൊടുത്താൽ മതി. ഈ ഫണ്ടുകളെല്ലാം റീഫണ്ട് വരുന്നത് ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചാലും അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ സമാധാനത്തോടെ നിങ്ങൾക്ക് ഇരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാലം ആ അക്ഷയയിൽ പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കും, പൈസ വന്നോന്ന്. അത് അവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയോ ആയിരിക്കും കിടക്കുക 10,000. ചിലപ്പോൾ അത് സെർച്ച് ചെയ്താൽ കാണാൻ പോലും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടേതല്ലാത്തൊരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫീ പേയ്മെൻറ്റ് ചെയ്യരുത്. ഈ ഒരു സ്റ്റെപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം, നിങ്ങളുടേതല്ലാത്ത ഒരു അക്കൗണ്ടിൽ നിന്ന് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത് സാറേ? SBIയോ നിങ്ങളുടെ ഏത് ബാങ്കാണോ അതിൻ്റെ കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്യാം. അത് യൂട്യൂബിൽ നോക്കിയാൽ മതി, എങ്ങനെ എൻ്റെ ഡെബിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം. ആ സ്റ്റെപ്പുകൾ ചെയ്യുക. ചിലപ്പോൾ യോനോ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു ATMൽ കാർഡ് ഇട്ടിട്ട്, ഇപ്പോൾ SBIൻ്റെ ATM ആണെങ്കിൽ, SBIൻ്റെ കാർഡാണെങ്കിൽ SBIൻ്റെ ATMൽ പോയിട്ടിട്ട് ഗ്രീൻ പിന്നൊക്കെ ജനറേറ്റ് ചെയ്തൊരു പുതിയ പിൻ ഉണ്ടാക്കി അതുകൊണ്ട് പൈസ ഒരു 500 രൂപ 100 രൂപ വിഡ്രോ ചെയ്ത് നോക്കാം. അങ്ങനെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ്, ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷൻസ് അതൊക്കെ ഓൺ ചെയ്യുക. എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് നിങ്ങളറിയാതെ അനാവശ്യമായി ഉപയോഗം തടയാനാണ് ബാങ്ക് അങ്ങനെ ചെയ്യുന്നത്. അത് ഓൺ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് ഇങ്ങനെ ഒരു ആവശ്യഘട്ടത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഓഗസ്റ്റ് 20 വരെ കാത്തിരിക്കുകയാണെങ്കിൽ അത് വളരെ തെറ്റായ ഒരു തീരുമാനമായി പോകും. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, എൻ്റെ മക്കളെ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് ഏതാണ്, അതാണ് നിങ്ങളുടെ ചോയ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഡൽഹി എയിംസ് ആണ് എന്ന് വിചാരിക്കുക. അതെന്തായാലും നിങ്ങൾ ആദ്യം തന്നെ കൊടുക്കണം. നിങ്ങൾക്കത് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യം, അത് പോട്ടെ, അതിനൊരു പ്രസക്തിയില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതും കൊടുക്കുക. ഡൽഹി എയിംസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, CMC, പിന്നെ ജിപ്മർ എനിക്കിഷ്ടമാണ്, അപ്പോൾ നിങ്ങൾ ജിപ്മർ വെച്ചു. പിന്നെ മൗലാന ആസാദ് മെഡിക്കൽ കോളേജ്, MAMC. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും ഈ അടയ്ക്കുന്ന പൈസക്ക് ഇപ്പം 10 കോളേജേ വെക്കാൻ പറ്റൂ, 50 കോളേജേ വെക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ പറ്റിക്കുകയാണ്. അങ്ങനെയല്ല, ഈ കൊടുക്കുന്ന എമൗണ്ടിന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഓൾമോസ്റ്റ് 300ഓളം കോളേജുകൾ, ഈ കാണുന്ന 300ഓളം കോളേജുകൾ ഓൾ ഇന്ത്യയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ 300ഓളം കോളേജുകളിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ ഒരേ പൈസയാണ്. അല്ലാതെ 10,000 കൊടുത്താൽ 100 വെക്കാം, ഒരു 20,000 കൊടുത്താൽ അടുത്ത 100 കൂടി വെക്കാമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പറ്റിക്കുന്നതാണ്. ഒരുപാട് പേരൻസ് അങ്ങനെ ചോദിച്ചു, അതായത് സാറേ ഈ 10,000 കൊടുക്കുന്നത് നമുക്ക് എത്ര എണ്ണം കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, ഇന്ത്യയിലെ മൊത്തം കൊടുക്കാം. കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് എന്തൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം. നിങ്ങൾക്കറിയാം MCSയിൽ നിങ്ങൾ ചോയ്സ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ മക്കൾ അതിൻ്റെ ഒരു സ്ക്രീൻ വരും, അവിടെ കോളേജിൻ്റെ പേരുണ്ടാകും, ഈ സൈഡിലായിട്ട് ഫീസ് ഉണ്ടാകും. അതൊക്കെ പൂർണ്ണമായി എടുത്ത് വായിക്കാം. അത് വായിക്കണം. കാരണം ഉദാഹരണത്തിന് കേരളത്തിൽ ഫീസ് വരുന്നത് ഒരു 30,000-നുള്ളിലാണ്, തമിഴ്നാട്ടിൽ ഫീസ് വരുന്നത് 20,000-നുള്ളിലാണ്, 18,000 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. കർണാടകയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് 65,000-ന് മുകളിലാണ് പലപ്പോഴും വരിക. അപ്പോൾ നിങ്ങൾ ഡെറാഡൂൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഡെറാഡൂൺ, അവിടെയൊക്കെ ലക്ഷങ്ങളാണ് ഫീസ്. അപ്പോൾ പിന്നെ ഡെറാഡൂണിൽ പോയിട്ട് ലക്ഷം കൊടുത്ത് പഠിക്കുന്നതല്ലേ ഇവിടെ പ്രൈവറ്റിൽ കയറുന്നതല്ലേ? അപ്പോൾ അങ്ങനത്തെ അറിയാതെ അവിടെ ഒന്നും ഓപ്ഷൻ കൊടുത്തു പോരുത്. നിങ്ങൾക്കിപ്പോൾ അറിയുന്നുണ്ടോ ഡെറാഡൂണിൽ ഫീസ് 4 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷത്തിന് മുകളിലാണ് ഫീസ്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ കോളേജ് കൊടുക്കും. ആ കോളേജൊന്നും കൊടുക്കരുത്. അത്രയും പണം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ കോളേജ് ഓപ്ഷനിൽ വെക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കൊടുക്കണം എന്ന് ഞാൻ പറയാത്തത്.
നിങ്ങൾ എന്ത് ചെയ്യണം? കോളേജുകളുടെ ലിസ്റ്റ് നോക്കി, കോളേജിലെ ഫീസ് നോക്കി, മറ്റൊരു കാര്യം ബോണ്ട്, കോളേജിൻ്റെ ബോണ്ട് നോക്കുക. സൈഡിൽ ബോണ്ട് എന്നൊരു ഭാഗം ഉണ്ടാകും, ബോണ്ട് സർട്ടിഫിക്കറ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ബോണ്ട് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ കോളേജിൽ എന്താണ്, നിങ്ങൾ ഇത്ര വർഷം അവിടെ വർക്ക് എടുക്കേണ്ടി വരുമോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബോണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതാണ് ബോണ്ട്. അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ കോളേജിൽ നിങ്ങളിത് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നതാണ് ബോണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുണ്ടോ എന്നും ശ്രദ്ധിക്കുക. സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ 4.5 വർഷം MBBS പഠിച്ചിട്ട് 1 വർഷം ട്രെയിനിങ് ഉണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് അവിടുന്ന് സാലറി കിട്ടും. അതാണ് സ്റ്റൈപ്പൻഡ്. അത് പല സംസ്ഥാനങ്ങളിലും പല രൂപത്തിലാണ്. ഉദാഹരണത്തിന് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓക്കെ കർണാടകയിൽ പൈസ കൂടുതലാണ്, കേരളയിൽ പൈസ കുറവാണ്, തമിഴ്നാട് കുറച്ചുകൂടി കുറവാണ്. തമിഴ്നാട്ടിലെ സ്റ്റൈപ്പൻഡ് ഓൾമോസ്റ്റ് 25,000 റേഞ്ചിലാണ് വരുന്നത്, ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ്. കേരളത്തിലേക്ക് വരുമ്പോൾ അത് 26,000 അല്ലെങ്കിൽ 27,000, 28 ആ റേഞ്ചിലാണ് വരുന്നത്. കർണാടകയിൽ അത് 30,000 രൂപയാണ്. മനസ്സിലായോ? അപ്പോൾ വെറും ഫീസ് മാത്രം നോക്കിയിട്ട് ആവരുത് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ ഔസർജനായി 1 കൊല്ലം ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും സാലറി അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് ഒക്കെ നമുക്ക് മാച്ചായി പോകുമോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? തീരുമാനിക്കണം. കാരണം ഈ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 4 തവണ അല്ലെങ്കിൽ 5 തവണയാണ് അടയ്ക്കാനുണ്ടാകുക. അത് നിങ്ങൾക്ക് 5 മാസം കൊണ്ടോ അല്ലെങ്കിൽ 10 മാസം കൊണ്ട് തിരിച്ച് കിട്ടുമോ, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് നിങ്ങളാണ് ചെയ്യേണ്ടത്. എന്നിട്ട് വേണൊരു തീരുമാനം എടുക്കാൻ. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഇതായിരിക്കും ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. കേരളം നിങ്ങൾ ആദ്യം കൊടുക്കും, പിന്നീട് നിങ്ങൾ തമിഴ്നാട് കൊടുക്കും, പിന്നീട് നിങ്ങൾ കർണാടക കൊടുക്കും. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതായത് ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോളേജുകൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു ഓർഡറിൽ വെക്കുന്നതിനെയാണ് ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം മക്കളെ? എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ കോളേജിലെ പഠന നിലവാരം എങ്ങനെയാണ്, അതാണ് അക്കാഡമിക്സ് എന്ന് പറയുന്നത്. അത് ഈ ഒരു വിഷയം ഇപ്പം നമ്മൾ കോളേജിൽ ചേരുന്നവരെ മാത്രമേ ഉള്ളൂ അക്കാഡമിക്സ് എന്ന് പറയുന്ന ചർച്ച. അതൊരു വലിയ തമാശയാണ്. കാരണം നിങ്ങൾ കോളേജിൽ ചേർന്ന് ചിലപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് ചിരിക്കും, ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടാണല്ലോ ചേർന്നത്. MBBS അൾട്ടിമേറ്റ്ലി സെൽഫ് സ്റ്റഡിയാണ്. നമ്മൾ തന്നെയാണ് എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം. നമ്മളെല്ലാം സ്വയം ബിൽഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അധ്യാപകരുടെ മേൽ ഒരു പരിധിക്കപ്പുറം പ്രതീക്ഷയൊന്നും വെച്ച് നമ്മൾ എവിടെയും പോകാൻ പാടില്ല. അതുകൊണ്ട് ഇത് അത്ര വലിയൊരു ഘടകമല്ല. അവിടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ, ആവശ്യത്തിന് പ്രൊഫസേഴ്സൊക്കെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം തന്നെ ആവശ്യത്തിലധികമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡിസ്റ്റൻസാണ്. 5-5.5 വർഷത്തെ നിങ്ങളുടെ ജീവിതമാണ്. വീട്ടിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കും. പല ഇമ്പോർട്ടൻ്റ് ആയ ഫാമിലി ഫങ്ഷൻസ്, ജനനങ്ങൾ, മരണങ്ങൾ, പരിപാടികൾ, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഫാമിലിയിൽ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആളുകൾ മരിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഓടിയെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കും അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് തീരുമാനിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിയർ ബൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഒരു 3 കോളേജ് നിങ്ങളുടെ ചിന്തയിലുണ്ട്. 1, 2, 3. അക്കാഡമിക്സ് വൈസ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും തമ്മിലില്ല. ഫീസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 3ഉം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഏറ്റവും ദൂരം കുറഞ്ഞത് ആരാണോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഓപ്ഷനായിട്ട് വെക്കാം. അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഫീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞു 20-30,000 വരുന്നത്, ശരിയല്ലേ? പക്ഷേ കർണാടകയിലേക്ക് പോകുമ്പോൾ അത് ഇരട്ടിയിലധികമാണ്, 65,000 മുകളിലാണ് ഫീസ്. അപ്പോൾ അതൊന്നും അറിയാതെ നിങ്ങൾ അങ്ങനെ വെക്കരുത്. ഇതിനർത്ഥം കർണാടകയിലെ എല്ലാ കോളേജും കേരളത്തിനേക്കാളും പ്രിഫറൻസ് കുറഞ്ഞതാണ് എന്നല്ല. നിങ്ങൾ അറിയിക്കുക എന്ന് മാത്രം. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ആ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇടുക്കി മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പാലക്കാട് മെഡിക്കൽ കോളേജ്. ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്നതിലും എത്രയോ ബെറ്റർ ആയിരിക്കാം ഒരു പക്ഷേ കർണാടകയിലോ തമിഴ്നാട്ടിലോ മറ്റ് കോളേജുകൾ. അവിടെ ചിലപ്പോൾ ഫീസ് കൂടുതലുണ്ടാകാം, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ബെറ്റർ അക്കാഡമിക്സും ബെറ്റർ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമല്ല മാനദണ്ഡം, ഇത് നിങ്ങൾക്കിത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് വേണം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ. അതാണ് ഡെറാഡൂൺ ഞാൻ എക്സാമ്പിളായി പറയാൻ കാരണം. ഓൾമോസ്റ്റ് 4 മുതൽ 7 ലക്ഷം വരെ ഫീസൊക്കെ ഉണ്ട്. അതൊന്നും അറിയാതെ കൊടുത്തേക്കരുത്, അവിടെ പോയി പെട്ടു പോകരുത്. സ്റ്റൈപ്പൻഡ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. നിങ്ങൾ പഠനകാലം കഴിഞ്ഞ് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് ആ കോളേജ് നിങ്ങൾക്ക് തരുന്ന മന്ത്ലി സാലറിയാണ് സ്റ്റൈപ്പൻഡ്. കേരളത്തിൽ 27 അടുത്താണ്, 27,000 രൂപയാണ് ഒരു മാസം. അതിൽ കർണാടകയിൽ വരുമ്പോൾ 30,000, തമിഴ്നാട്ടിൽ അതൊരു 25,000 റേഞ്ചിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 18,000 ഫീസും
25,000 നിങ്ങൾക്ക് മന്ത്ലി സാലറി ഒരു വർഷം കിട്ടും, അവസാനത്തെ വർഷം. അങ്ങനെ തരുന്നതാണ് തമിഴ്നാട്. അപ്പോൾ എന്തുകൊണ്ടും തമിഴ്നാട് മലയാളികൾക്ക് പ്രിയമാണ്. മാത്രമല്ല ഭാഷാപരമായി നോക്കുമ്പോൾ തമിഴ്നാട് എന്താണ്, കുറച്ചുകൂടി സുഖമാണ്. തമിഴ് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ഈസിലിയാണ്. ഫ്രണ്ട്സ് പറയാറുണ്ട് ചില സമയത്ത് തമിഴ് വാക്ക് കിട്ടാത്തപ്പോൾ മലയാളം തന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ചില സമയത്ത് മനസ്സിലാവാറുണ്ട് രോഗികൾക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ ബോണ്ടാണ്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നിയമപരമായി നിങ്ങൾ ഒപ്പിടുന്നൊരു എഗ്രിമെൻ്റാണത്. ഇന്ന കാരണങ്ങളാൽ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്യണം. ചിലപ്പോൾ 5 വർഷം നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ബോണ്ടിൽ ഒപ്പിട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു സംശയം, തമിഴ്നാട്ടിലൊരു ബോണ്ടുണ്ട്, 5 വർഷത്തോളം അല്ലെങ്കിൽ 1 വർഷമൊക്കെ പണിയെടുക്കണം എന്ന് പറയുന്ന ബോണ്ടുണ്ട്. ഇത്രയും കാലം എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. വിളിക്കാം, പക്ഷേ വിളിച്ചിട്ടില്ല. ഇപ്പോൾ കൊറോണയുടെ സമയത്ത് പോലും ബാച്ചുകളെ അങ്ങനെ ബുദ്ധിമുട്ടിച്ച് സർവീസ് ബോണ്ട് എടുക്കണമെന്നൊന്നും പറഞ്ഞതായി കണ്ടിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ അത് അറിയുക, അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇതാണ് ചോയ്സ് ഫില്ലിങ്ങിനെ കുറിച്ച്. ഇതാണ് ഫീസ്. തമിഴ്നാട് ഫീസ് സ്റ്റൈപ്പൻ്റ് ഉണ്ട്, കേരളത്തിലെ ഫീസ് ഉണ്ട്, സ്റ്റൈപ്പൻ്റ് ഉണ്ട്, കർണാടകയിലെ ഫീസ് ഉണ്ട്, സ്റ്റൈപ്പൻ്റ് ഉണ്ട്. നിങ്ങൾക്കൊരു ഏവറേജ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി, മലയാളി വിദ്യാർത്ഥികളാണ് എൻ്റെ വീഡിയോ കാണുന്നത്, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സംസ്ഥാനങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ അറിവിന് വേണ്ടി ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്ത് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. നമ്മളതിൻ്റെ പ്രയോറിറ്റി ഓർഡറും മറ്റ് കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം. ജസ്റ്റ് തമിഴ്നാട്ടിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചെയ്ത ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്, അത് ഞാൻ കാണിക്കാം ലാസ്റ്റ്. അതും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ മക്കളെ ഐ തിങ്ക് ഐ വൈൻഡ് അപ്പ്. ഇനി പ്രയോറിറ്റി ഓർഡർ കൂടി കഴിഞ്ഞ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ കാണുന്ന 5 കാര്യങ്ങൾ മാത്രമല്ല, ഈ സാധനം ഇത് നിങ്ങൾ ലേറ്റ് ആക്കിയാൽ എല്ലാം ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ സമയം ഇന്നെങ്കിലുമാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന്, മിനിമം ഇന്ന് അല്ലെങ്കിൽ നാളെ. എന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇന്നലെ ആയിരുന്നു എന്ന് പറയാറുണ്ട്. അതേപോലെ നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക മക്കൾ, എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ഫീ പേയ്മെൻറ്റിൽ എറേഴ്സ് വരുന്നുണ്ട്. വലിയൊരു എമൗണ്ട് 11,000 രൂപ അയച്ചിട്ട് അത് ട്രാൻസാക്ഷൻ ഫെയിൽ ആവുകയാണ്, അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി, അവിടെ എത്തിയിട്ടില്ല, പിന്നെ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാതിരിക്കുക. ഒരു വെബ്സൈറ്റിലെ ഹെൽപ്പ് ലൈനൊക്കെ നോക്കണം. അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ഒരേ സോഴ്സിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യരുത്. ഒരേ കാർഡാണെങ്കിൽ കാർഡ് മാറ്റി നോക്കുക, ബാങ്ക് അക്കൗണ്ട് മാറ്റി നോക്കുക, ബാങ്ക് മാറ്റി നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ മദറിൻ്റെ അക്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്രദറിൻ്റെ അക്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ അക്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അറിയുന്ന ഒരാളുടെ അക്കൗണ്ടും ചെയ്യാം. നേരിട്ട് അറിയുന്ന ഒരാൾ അക്കൗണ്ട് പോലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, കാരണം റിസ്ക് ആണ്. പണം ഒരുപാട് കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അവർക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം അക്കൗണ്ട് തന്നെ എപ്പോഴും പ്രിഫർ ചെയ്യുക. ചോയ്സ് ഫില്ലിങ് ഞാൻ പറഞ്ഞു മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് നിങ്ങൾക്ക് ആദ്യം കൊടുക്കാം, എന്നിട്ട് താഴായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം കുറഞ്ഞ കോളേജുകൾ കൊടുക്കുക. കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളിപ്പോൾ 1, 2, 3, 4 ഇതിലൊരിക്കലും മൂന്നാമത്തെ ഒരു കോളേജ് കിട്ടും. മൂന്നാമത്തെ കോളേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിന് താഴെയുള്ള ഏത് കോളേജും കിട്ടിയാലും നിങ്ങൾക്ക് 3 ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. പറഞ്ഞാൽ മനസ്സിലായില്ല? അതായത് നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ചോയ്സ് കിട്ടിയാൽ അതിന് താഴെ അയ്യോ നല്ല കോളേജ് ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നരുത്. അത്രയേ ഉള്ളൂ ചോയ്സ് ഫില്ലിങ്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഓപ്ഷനും അതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിലും അതിൻ്റെ താഴേക്ക് അയ്യോ ഇതൊരു നല്ല കോളേജ് ആയിരുന്നല്ലോ അത് എന്ന് നിങ്ങളുടെ താഴെയുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാക്കരുത്. മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ 56ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അയോട്ടായത്. അപ്പോൾ നിങ്ങൾ പറയണം അയ്യോ 58 ആയിരുന്നല്ലോ എനിക്ക് കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നരുത്. 55 54 അല്ലെങ്കിൽ 13 നല്ലതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഒരു കോളേജ് അലോട്ട് ആകുമ്പോൾ അതിൻ്റെ താഴെയുള്ളതിൽ അയ്യോ ഒന്ന് കിട്ടിയാൽ മതി ഇനി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ഫില്ലിങ് തെറ്റാണ്. അപ്പോൾ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ കൊടുക്കുന്ന ഓരോ ചോയ്സും, ഇപ്പോൾ എയിംസ് ഡൽഹി കൊടുത്തു, പിന്നെ കോഴിക്കോട് കൊടുത്തു, പിന്നെ ജിപ്മർ കൊടുത്തു. അപ്പോൾ ജിപ്മറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഓക്കെ സന്തോഷം. കോഴിക്കോട് കിട്ടിയില്ല, സങ്കടമുണ്ട്. എന്നാലും മൗലാന ആസാദ് അയ്യോ മൗലാന ആസാദ് പോയല്ലോ എന്ന് തോന്നരുത്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഫൈനലി ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിലും ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനല്ല, നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വേണ്ടത് കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. വീണ്ടും ഞാനത് പറയുന്നില്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ, അതായത്
ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നു ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. വാക്സിൻ ഞാനിപ്പം മലപ്പുറം ജില്ലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ മലപ്പുറം ജില്ലയിൽ തന്നെ അവൈലബിൾ അല്ല സിറ്റുവേഷൻ ആണിപ്പം. നമ്മുടെ ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ അവൈലബിൾ ആണ്. MMR ചില സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് കിട്ടാനേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നതെല്ലാം വെക്കുക എന്നുള്ളതാണ്. വെക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് വെക്കാനും കൂടി ശ്രമിക്കുക. കാരണം ഒരു ലൈവ് വാക്സിൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാക്സിൻ വെക്കണമെങ്കിൽ ഒരു 4 ആഴ്ചയുടെ ഗ്യാപ്പ് വേണം മെഡിക്കലി പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് വെക്കാൻ ശ്രമിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ അലോട്ട്മെൻറ്റ് സമയത്താണെങ്കിലും അത് ആ ഹോസ്പിറ്റലിൽ തന്നെ വെച്ചാൽ മതി എന്നൊക്കെ പറയാറാണ്. അത് അത്ര പേടിക്കണ്ട, കാരണം വേറെ വഴിയില്ലല്ലോ, ഇല്ലാത്ത വാക്സിൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് അധികം ബോധേഡാവേണ്ട. ബാക്കി സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കുക. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെ റെഡിയാക്കുക. വാക്സിനെ കുറിച്ച് അധികം ബോധേഡാവേണ്ട. സപ്ലൈ വരട്ടെ, സ്റ്റോക്ക് വരട്ടെ. കേരളത്തിലെ സിറ്റുവേഷൻ എന്തായാലും കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും പറഞ്ഞാൽ മനസ്സിലാകും. ഓൾ ഇന്ത്യ അഡ്മിഷനിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പേടി അത് നമുക്ക് മനസ്സിലാവും, അതൊരു ജെന്യുവൻ കൺസേൺ ആണ്. പക്ഷേ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം, എന്താണ് അപ്ഡേറ്റ്സ് നോക്കാം ആ വിഷയത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്നുകൂടി പറയുകയാണ്, ഫീ പേയ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാം. ഓക്കെ, ലേഗാക്കരുത്, സമയം വൈകരുത്. ചോയ്സ് ഫില്ലിങ്ങും പെട്ടെന്ന് തന്നെ ആരംഭിക്കാം. അതിൻ്റെ പ്രയോറിറ്റി ഓർഡർ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നോക്കാം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന പ്രയോറിറ്റി ഓർഡർ തമിഴ്നാട്ടിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഓർഡറാണ്. അവർ കേരളയും തമിഴ്നാടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് 100% അവരുടെ അഭിപ്രായമാണ്, തമിഴ്നാട്ടിൽ ആ ഒരു വിദ്യാർത്ഥി കൂട്ടത്തിൻ്റെ അഭിപ്രായമാണ്. എനിക്ക് പേഴ്സണലി വായിച്ചപ്പോൾ അത് ഓക്കെ എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിൽ കേരളത്തിൻ്റെ മെഡിക്കൽ കോളേജുകളുടെ ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്, അത് ഓക്കെയാണ്. തമിഴ്നാട് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കേരളം മാത്രം മാറ്റി വെച്ച് വേറെ ഓർഡർ ഉണ്ടാക്കാം, അതിന് താഴെ തമിഴ്നാട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഒന്ന് നോക്കുക. 100% കറക്റ്റ് ആവണമെന്നില്ല. അവരും എന്നോട് അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ രൂപത്തിലുള്ള റിസർച്ച് നടത്തി ഒരു തീരുമാനം എടുക്കാം. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം, എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് തമിഴ്നാട്ടിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രയോറിറ്റി ഓർഡർ കാണാം. മെഡിസിൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു വലിയ മെഡിക്കൽ ഗ്രൂപ്പാണ്. മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയൊരു ചെറിയൊരു ഗ്രൂപ്പാണ്. അവരിങ്ങനെ എല്ലാ കൊല്ലം അഡ്മിഷൻ വിദ്യാർത്ഥികളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് കണ്ടൻറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി കേരള ആൻഡ് തമിഴ്നാട് മിക്സാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ജിപ്മർ പൂച്ചേരിയാണ് ഇതിലൊന്ന്, രണ്ടാമത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, മൂന്നാമത്തെ തിരുവനന്തപുരമാണ്, നാലാമത്തെ കോട്ടയമാണ്. അതായത് മിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കേരളത്തിലെ എല്ലാ കോളേജുകളും ബെറ്റർ ദാൻ തമിഴ്നാട് എന്നാണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ഓർഡർ വെച്ച് കേരള കൊടുത്ത് പിന്നീട് തമിഴ്നാട് ഇതിൽ നോക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. മാത്രം ഇത് 100% കറക്റ്റാണ്. ഒരു ഓർഡറും 100% കറക്റ്റ് അല്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിന് അഗാധമായ പ്രണയം ഉണ്ടെങ്കിൽ അവനൊരിക്കലും ജിപ്മർ പോണ്ടിച്ചേരി അല്ല അവൻ്റെ ഫസ്റ്റ് ചോയ്സ്, മഞ്ചേരിയാണ്. ഇതിൽ ശരി തെറ്റുകളില്ല എന്നുള്ളതാണ് കാര്യം. ഇത് കുറച്ച് കൂട്ടം വിദ്യാർത്ഥികളുടെ അഭിപ്രായമാണ്. നിങ്ങൾക്കത് നോക്കാം, അതെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടേതായ റിസർച്ച് ചെയ്ത് ഒരു താല്പര്യത്തിലെത്താം. ഇതിലിപ്പോൾ എല്ലാത്തിനോടും ഞാൻ യോജിക്കുന്നുണ്ട് എന്നല്ല അതിനർത്ഥം. ഇതിലൊരു 80% എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നി. ഇതിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാനത് പറയാം. അപ്പോൾ കേരളത്തിൻ്റെ ഒക്കെ ഓർഡർ വരുമ്പോൾ അതിൽ ഞാൻ ചേഞ്ചസ് പറയാം. അത് ചേഞ്ചസ് അല്ല, കേരളത്തിൽ പലപ്പോഴും ഓർഡർ അല്ല, ഗ്രൂപ്പാണ്. ഇപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, കോട്ടയം, ആലപ്പുഴയൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് കാണാം. മഞ്ചേരി, പാലക്കാടൊക്കെ നമുക്കൊരു ഗ്രൂപ്പായിട്ട്, അല്ലെങ്കിൽ മഞ്ചേരി, കണ്ണൂർ, എറണാകുളം നമുക്കൊരു ഗ്രൂപ്പായിട്ട് കാണാം. അതിലേതാണ് ബെറ്റർ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവാറില്ല. ഇപ്പോൾ മഞ്ചേരിയാണോ എറണാകുളമാണോ ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, മഞ്ചേരി എറണാകുളം ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അത് ഡിപ്പെൻസ്, നിങ്ങൾക്ക് നോക്കിയിട്ട് തീരുമാനിക്കും. കാരണം പലപ്പോഴും അവിടെ ഡിസ്റ്റൻസ് മാത്രമായിരിക്കും ഒരു മാനദണ്ഡം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേതാണ് പ്രിഫറൻസ് മാത്രം ആലോചിച്ചാൽ മതിയാകും. കാരണം അവർ തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും പറയാനുണ്ടാവണമെന്നില്ല. അത് ഡിപ്പെൻസ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഞാൻ ആദ്യം പറയുന്നത് അതിനാണ്. ഇത് 100% കറക്റ്റാണെന്ന് പറയുന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയുക, മുൻവിധിയോടെ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലോടെ ഞാൻ ആരംഭിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ ആദ്യം പറയുന്നത് ജിപ്മറാണ്. ഓക്കെ, പിന്നെ പറയുന്നത് കോഴിക്കോടാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം, പിന്നെ തൃശ്ശൂരുണ്ട്, മദ്രാസ് മെഡിക്കൽ കോളേജ് ചെന്നൈ, സ്റ്റാൻലി ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ. മനസ്സിലായല്ലോ. ഇതിലിപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, അതുപോലെ കോട്ടയം ഓൾമോസ്റ്റ് ഒരു ഒപ്പത്തിനൊപ്പം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കോട്ടയം, അതേപോലെ ആലപ്പുഴ, തൃശ്ശൂരൊക്കെ ഒപ്പത്തിനൊപ്പമാണ്. ഇപ്പോൾ മഞ്ചേരി, എറണാകുളം ഒക്കെ എന്താണ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കോളേജുകളാണ്.
അതേപോലെ കണ്ണൂർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, അതേപോലെ തന്നെ നമ്മുടെ കണ്ണൂർ, മഞ്ചേരി ആൻഡ് എറണാകുളം. അത് 3 നമ്മൾ ഒരേ ഗ്രൂപ്പാണെന്നാണ് പറയാറ്. ദെൻ മദ്രാസ് മെഡിക്കൽ കോളേജ് സ്റ്റാൻലി, കോയമ്പത്തൂർ, മധുരൈ. ദെൻ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കാണാം, കിൽപോക്ക്, ജിപ്മർ, കരയ്ക്കൽ, കണ്ണൂർ മെഡിക്കൽ കോളേജ്, എറണാകുളം മെഡിക്കൽ കോളേജ്. ഇവിടെ കണ്ടോ കണ്ണൂർ, എറണാകുളം, അതേപോലെ തന്നെ മഞ്ചേരി കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ ആ ഒരു പ്രയോറിറ്റി ഓർഡറാണ്. ഇവിടെ കണ്ണൂർ ബെറ്റർ ദാൻ എറണാകുളം, ബെറ്റർ ദാൻ മഞ്ചേരി എന്നുള്ള രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ പറഞ്ഞ ഇതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് എറണാകുളം ഈക്വൽസ് കണ്ണൂർ ഈക്വൽസ് മഞ്ചേരി. ഇതിൽ കണ്ണൂർ ഈക്വൽ ടു മഞ്ചേരി എന്ന് പറയാൻ പാടില്ല എന്നും ചില അഭിപ്രായമുള്ളവരുണ്ടാവും. കാരണം കണ്ണൂർ വളരെ മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മെഡിക്കൽ കോളേജാണ്. ഒരുപാട് സൗകര്യങ്ങളുള്ള, കുറച്ചുകൂടി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ള കോളേജ് തന്നെയാണ് കണ്ണൂർ. പക്ഷേ പലപ്പോഴും പ്രിഫറൻസ് വരുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വലായിട്ട് തന്നെയാണ് പലരും അതിനെ കാണാറ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ട് അതിൽ ശരി തെറ്റുകളില്ല എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ദെൻ ഓക്കെ, മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് പോട്ടെ. ഇതിൻ്റെ ഫയല് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് വേണ്ടവർ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതേപോലെ ഇവരുടെ ഒരു 1-2 നമ്പേഴ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, തമിഴ്നാടിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അവരെ വൈകുന്നേരങ്ങളിൽ വിളിക്കുക. അവരും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. അവർക്കും ക്ലാസ്സുകളും മറ്റും ഉണ്ടാകും. പറ്റുന്നവർ മെസ്സേജ് അയക്കുക, അവർ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദെൻ തിരുനെൽവേലി, തഞ്ചാവൂർ, സേലത്തെ കോളേജ്, ഒമന്തുരാർ, ESI കോളേജ് വെല്ലൂർ, തൃച്ചി. ഇത് വെല്ലൂർ മെഡിക്കൽ കോളേജാണ്, CMC വെല്ലൂരല്ല. ചെങ്കൽപ്പെട്ട്, കൊല്ലം മെഡിക്കൽ കോളേജ് വന്ന് കാണാം. കന്യാകുമാരി, തേനി, ഈറോഡ്, തൂത്തുക്കുടി, ധർമ്മപുരി, വില്ലുപുരം, ചിദംബരം, കാരൂർ, പുതുക്കോട്ടൈ, ശിവഗംഗൈ. ഇവിടെ നിങ്ങൾക്ക് തിരുവാരൂർ മെഡിക്കൽ കോളേജ് കാണാം, പാലക്കാട് കോളേജ് കാണാം, കോന്നി കോളേജ് കാണാം, ഇടുക്കി കാണാം, തിരുവണ്ണാമലൈ, തിരുപ്പൂർ, ഡിണ്ടിഗൽ ഫേമസ് ഡിണ്ടിഗൽ ബിരിയാണി കഴിക്കാനല്ലോ അങ്ങോട്ട് പോകുന്നു. പിന്നെ വിരുദുനഗർ, നാമക്കൽ, നീലഗിരിയൊക്കെ വളരെ ഇപ്പോൾ 2021 ആ കോളേജൊക്കെ സെറ്റ് ചെയ്യുന്നത്. നല്ല രസമുള്ള കോളേജാണ്. ഫെസിലിറ്റി വൈസ് എല്ലാം പുതിയതായിരിക്കും. പുതിയ ഫേർണിച്ചർ, പുതിയ ലാബ് എല്ലാം അടിപൊളിയായിരിക്കും കേട്ടോ. ഓക്കെ. ദെൻ ചെന്നൈ ESI കോളേജ്. ദെൻ വി ഹാവ് അരിയാലൂർ, തിരുവല്ലൂർ, കൃഷ്ണഗിരി, കള്ളക്കുറിച്ചി, രാമനാഥപുരം, നാഗപട്ടണം. ഓൾമോസ്റ്റ് 51ഓളം മെഡിക്കൽ കോളേജുകളുടെ ഒരു പ്രയോറിറ്റി ഓർഡറാണ്. ഇതിൻ്റെ ഫയൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അയക്കാം. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. പല കുട്ടികളും ചോദിക്കുന്നത് കൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. നിങ്ങൾക്കിത് ബെനിഫിഷ്യൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഇത് 100% കറക്റ്റ് അല്ല. ഒരിക്കലും നമ്മൾ പറയുന്ന ലിസ്റ്റ് 100% കറക്റ്റാണെന്ന് ഞാൻ പറയാറില്ല. അങ്ങനെ ഒരാൾക്കും പറയാനും പാടില്ല. അത് ശരിയായ രീതിയല്ല. കാരണം ഒരിക്കലും ഓൾ ഇന്ത്യയുടെ ലാസ്റ്റ് റാങ്ക്, ഓൾ ഇന്ത്യയിൽ കുട്ടികളെടുത്ത ലാസ്റ്റ് റാങ്ക് വെച്ചിട്ടല്ല പ്രയോറിറ്റി ഓർഡേഴ്സ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്താണ് മക്കളെ പ്രയോറിറ്റി, അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ നാടായിരിക്കും വളരെ ഇഷ്ടം, ഡിസ്റ്റൻസ് ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. എനിക്ക് എത്രയോ അധികം കുട്ടികൾ പറയാറുണ്ട്, സാറേ എൻ്റെ വീട് ഭയങ്കര ദൂരമായിപ്പോയി, ആ ഡിസിഷനിൽ ഞാൻ വല്ലാതെ സങ്കടമുണ്ട്, അന്ന് എടുത്താൽ മതിയായിരുന്നു ഒരുപാട് പേര് പറയാറുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ 4.5 വർഷത്തെ ജീവിതമാണ് അവിടെ. അതെങ്ങനെ ജീവിക്കണം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ ഇപ്പോൾ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബിൽ വീഡിയോയിൽ കണ്ടത് അതേപോലെ വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈവൻ എൻ്റെ വീഡിയോയിൽ പോലും ഞാൻ പറയുന്നതാണ്, ഇതെൻ്റെ കണ്ടുപിടുത്തമല്ല. കാരണം ഇത് അവിടെ പഠിച്ച വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടാണ്. അത് നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ എനിക്കും ചെയ്യാൻ പറ്റൂ. ഞാൻ ഈ പറഞ്ഞ ഒരു മെഡിക്കൽ കോളേജിലും പഠിച്ചിട്ടില്ല. ഇതിൽ കാണുന്ന ഈ കാണുന്ന 15ാമതായി വെച്ചിരിക്കുന്ന ഈ സുന്ദരമായ മഞ്ചേരി മെഡിക്കൽ കോളേജ് അല്ലാതെ വേറൊരു കോളേജിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഈ 51 കോളേജിലും പഠിച്ചിട്ട് ആർക്കെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരുപാട്, ഇപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അവർ പറഞ്ഞു ബേസ്ഡ് ഓൺ ഏത് വർഷമാണ് ഇത് വന്നിട്ടുള്ളത്, ഡിസ്റ്റൻസ് ഈ PDF-ലുണ്ട്, എത്ര കിലോമീറ്റർ അപ്പുറമാണ്, അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ആ കോളേജിനെ കുറിച്ചുള്ള റിവ്യൂ, കുട്ടികളുടെ റിവ്യൂ, അക്കാഡമിക്സ്, ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടി നോക്കിയിട്ടാണ് അവർ തീരുമാനമെടുത്തത്. അപ്പോൾ ഈ ഒരു ഇതുണ്ടാക്കി അവരോട് ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ നന്ദി പറയാണ്. വളരെ ഭംഗിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ മാത്രം കൊടുക്കുക. കാരണം ഞാൻ ഓൾ ഇന്ത്യയിലും BDS കൊടുത്തുപോയി അറിയാതെ. അങ്ങനെ എനിക്കത് കിട്ടുകയും ചെയ്തു. അതോടെ ഓൾ ഇന്ത്യ സെക്കൻഡോടെ ഞാൻ പുറത്താവുകയാണ്. അന്നെൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക. നിങ്ങൾ തന്നെ സ്വയം എല്ലാം നോക്കുക. 20ാം തീയതി ഓപ്ഷൻസ് ലോക്കാവുന്നു. ഓപ്ഷൻസ് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
മാറ്റാൻ പറ്റില്ല. ഓപ്ഷൻസ് ലോക്കാവുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. അതായത് നിങ്ങൾ വെച്ച ഓപ്ഷൻസ് തന്നെയാണ് കറക്റ്റ്, എവിടെയെങ്കിലും BDS വന്നിട്ടുണ്ടോ. കാരണം എൻ്റെ ഇതിൽ ഇങ്ങനെ MBBS ലാസ്റ്റ് BDS ആയിരുന്നു, ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ കിട്ടുകയും ചെയ്തു. അതിന് താഴെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് കോളേജ് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചിട്ട് ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ഈ ചോയ്സ് ഫില്ലിങ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ അലോട്ട്മെൻറ്റിലും ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നീറ്റിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്ന സംശയങ്ങളൊക്കെ അവിടെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.